ഇവിടെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പത്രക്കാരോട് പറയുന്നില്ല എന്നുള്ളതാണ്. ആ സന്ദർഭം വിശദീകരിക്കാതെ പോകാൻ പറ്റത്തില്ല. പത്രക്കാരെ ക്ഷണിക്കാത്ത ഒരു LDF-ന്റെ മീറ്റിംഗ് പരസ്യമായിട്ട് ഒന്നും പറയാനില്ല. അതായത് കണ്ണൂരിലെ ഈ കൊലക്കത്തി രാഷ്ട്രീയം വേണ്ടെന്ന് വെക്കാൻ CPM RSS തമ്മിൽ ചേർന്ന് തീരുമാനിച്ചു. അന്ന് കോടിയേരി പറഞ്ഞതാണ്, മാധ്യമങ്ങളെ അറിയിച്ച് മാധ്യമം അങ്ങോട്ട് പോയതാണ്. ഒരുമിച്ചിരിക്കൽ പിണറായി വിജയൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഒരുമിച്ച് പുറത്തു വന്ന പിണറായി വിജയൻ ഇഷ്ടമല്ല, അതുകൊണ്ട് കടക്കപ്പുറത്ത് പറഞ്ഞു. LDF മീറ്റിംഗ് ചുമ്മാറല്ലേ? ഈശ്വര, ഇനി എന്ത് ചെയ്യും? പത്രക്കാർക്ക് മീഡിയാസിന് പ്രവേശനമില്ലാത്ത ഒരു യോഗത്തിൽ എന്താണ് രഹസ്യയോഗം? പാർട്ടിയുടെ യോഗമല്ല, അതൊരു പൊതുസ്ഥലത്ത് നടക്കുന്ന, ഒരു പൊതു ഹോട്ടലിൽ നടക്കുന്ന, കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗിൽ എന്താ രഹസ്യാത്മക? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കാശ്മീർ ചുമ്മാതെ മണ്ടത്തരം വിളിച്ചു. അല്ലല്ല, ഞാൻ ആദ്യം പറയാം. നേതാവായിട്ട് ചർച്ച ചെയ്തേ ആധികാരികതയായിട്ട് പറയണ്ട. ഏത് നേതാവായിട്ട് ചർച്ച ചെയ്ത് RSSന്റെ ഏത് നേതാവായിട്ട് ചർച്ച ചെയ്തേ? ഏത് നേതാവിന്റെ പേര് നിങ്ങൾ പറ. ഞാൻ ചർച്ചയിൽ വെല്ലുവിളിച്ച് എനിക്ക് പരിചയമില്ല. RSSന്റെ സംസ്ഥാന തലത്തിലുള്ള എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു. RSSന്റെ സംസ്ഥാന തലത്തിലുള്ള എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു. അന്നത്തെ പ്രാന്തീയ കാര്യ ഗോപാലകൃഷ്ണൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ കാടടച്ച് പറയാതെ നേതാവിന്റെ പേര് പറഞ്ഞു. അന്ന് ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഹരികൃഷ്ണൻ ജി ഉണ്ടായിരുന്നു. പേരുകളാണ് ഞാൻ പറയുന്നത്. ഹരികൃഷ്ണൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ഗോപാലകൃഷ്ണൻ ചേട്ടൻ ഉണ്ടായിരുന്നു കോഴിക്കോട്, സുദർശൻ ജി മസ്കറ്റ് കോർട്ടിലാണ്. അല്ല, ഇത് പറയണല്ലോ, ജനം കേൾക്കണല്ലോ. മസ്കറ്റ് കോർട്ടിലാണ് മീറ്റിംഗ് നടന്നത്. മസ്കറ്റ് കോർട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം, ഇത് അതിന്റെ എൻട്രൻസ് ഭാഗമാണ്. എൻട്രൻസ് ഭാഗത്ത് നിന്ന്, മസ്കറ്റ് ഹോട്ടലിന്റെ എൻട്രൻസ് ഭാഗത്ത് നിന്ന് മാധ്യമങ്ങളെ ഇറക്കി വിടാൻ പിണറായി വിജയൻ എന്താണ് അധികാരം എന്നുള്ള കൂടി പറഞ്ഞാൽ മതി. രണ്ട്, ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും പുറക്കെ എന്ന് നമ്മൾ മുദ്രാവാക്യം വിളിക്കില്ലേ ശ്രീ ഹാഷ്മി? ഞാനും അങ്ങുമൊക്കെ കലാലയ കാലത്ത് വിളിക്കില്ലേ? ഇപ്പോഴും ഞാൻ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പറയും, വീണ്ടും അതിലുമുറക്കെ സ്വർണ്ണം കട്ടത് ആരപ്പ, സഹാക്കളാണ് അയ്യപ്പ. ഇനി അതിന്റെ KPCC ഓഫീസിൽ ക്യാൻറ്റീൻ നടത്തുന്ന മനുച്ചേട്ടനെ വിളിപ്പിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്.